ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെയും ജസ്റ്റിസ് BV നാഗരത്നയുടെയും നിരീക്ഷണം ശരിക്കും ശബരിമലയെ ഒരു മതകേന്ദ്രമാക്കി സ്ഥാപിക്കുന്നതും അതിനെ വിശ്വാസവുമായി കൂട്ടിക്കെട്ടുന്നതുമാണ്. ഇത് ശബരിമല എന്തിനെയാണോ പ്രതിനിധാനം ചെയ്യുന്നത് അതിന് നേർ വിരുദ്ധവും അല്ലെങ്കിൽ വിപരീതവുമായ ഒരു കാഴ്ചപ്പാടാണ്. ശബരിമലയിലെ ആചാരത്തെയും അനുഷ്ഠാനങ്ങളെയും വെറും വിശ്വാസവുമായി ബന്ധപ്പെടുത്തി കാണുകയാണെങ്കിൽ അത് വെള്ളാപ്പള്ളി നടേശന്റെയും G. സുകുമാരൻ നായരുടെയും കാഴ്ചയിലേക്ക് പരിമിതപ്പെടും. ഇത് കേരളത്തെ വീണ്ടും ഇരുണ്ട യുഗത്തിലേക്കായിരിക്കും കൊണ്ടുപോകുക. ശബരിമല എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് കാണുമ്പോഴാണ് അത് നമ്മളുടെ മുന്നിൽ തുറന്നു നിൽക്കുന്ന വളരെ ഉന്നതമായ ഒരു സത്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ശരിക്കും ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിനെ നമുക്ക് ശബരിമലയുടെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ കാണാൻ കഴിയും. ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന്റെ സ്വാതന്ത്ര്യത്തെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ശബരിമല ഒരു വ്യക്തിയെ അജ്ഞതയിൽ നിന്നും പൂർണ്ണമായി സ്വതന്ത്രമാക്കാനുള്ള സങ്കേതത്തെയാണ് തുറന്നു വയ്ക്കുന്നത്. അതിനുള്ള ആചാര അനുഷ്ഠാനങ്ങളാണ് ഈ മണ്ഡലകാലത്ത് അനുഷ്ഠിക്കപ്പെടുന്നത്. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരെ അനായാസമായിട്ട് എന്തുകൊണ്ടാണ് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള യുവതികൾ ഈ കാലഘട്ടത്തിൽ ശബരിമലയിൽ കയറുന്നതിൻ്റെ അശാസ്ത്രീയത ബോധ്യമാകും. അതുകൊണ്ട് മാത്രമാണ് മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഈ യുവതീ പ്രവേശനം ഒരു വിഷയമല്ലാതാകുമ്പോൾ ശബരിമലയിൽ എന്തുകൊണ്ട് വിഷയമാകുന്നു എന്നുള്ള ഒരു വിഷയം ഉദിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ലോകത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ആളുകൾ വിശ്വാസികളായിട്ടും ഭക്തരായിട്ടും പോകുമ്പോൾ ശബരിമലയിൽ മാത്രം ആൾക്കാർ വ്രതമെടുത്ത് അവിടുത്തെ പ്രതിഷ്ഠയുടെ ഭാവമായ സ്വാമിയായി എത്തുന്നത്. ഏതെങ്കിലും ആശയങ്ങളോടുള്ള മമത, ഏതെങ്കിലും പക്ഷത്തു നിന്നുള്ള കാഴ്ച, ഇതെല്ലാം മനുഷ്യന്റെ സ്വതന്ത്രമായ കാഴ്ചപ്പാടിനെ നിയന്ത്രിക്കുന്നതാണ്. സ്വതന്ത്രമാകുമ്പോൾ എങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ വൈരുദ്ധ്യങ്ങളാകുന്നു തോന്നുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത് എന്ന പ്രായോഗികത കൂടി ശബരിമല നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസത്തിലൂടെയാണ് ഇതിനെല്ലാം കാണുന്നതെങ്കിൽ ഈ സത്യമെല്ലാം വീണ്ടും മൂടപ്പെടുകയാണ്.